അതായത് കോയക്കുട്ടിയാക്കെ ഒന്നുമില്ലെന്നേ ഈ പാൽസരത്തിന്റെ സൈഡത്തെ കൊളത്താണ്ട് പോയി. അപ്പൊ അത് കിട്ടിയപ്പോ അത് ഇങ്ങനെ ഇട്ടിരുന്നു. അല്ല എന്താ നിങ്ങൾ ഈ വൈക്കൊക്കെ വെറുതെ കാണാൻ വന്നതാ? നിങ്ങള് വെറുതെ കാണാൻ വന്നതേനോ? അത്ത നിങ്ങൾ ഈ കോയി വാല് തൂക്കിയിട്ടൊക്കെ മാതിരി ഇങ്ങനെ നന്നായിട്ട് മുടിന്റെ സ്റ്റൈലൊക്കെ മാറ്റിക്കണേ എന്താണ്? വയസ്സാം കാലത്ത് നിങ്ങൾക്ക് ഒരു ഇളക്കൊക്കെ. അല്ല കോയക്കുട്ടിയാക്ക തൈക്കൂടെ എന്തോ ഓടി വരുന്ന മാതിരി തോന്നുന്നു നിനക്ക്. നാടകക്കാരിനെ കണ്ട തല്ലിക്കൊല്ലും. ഈ വഴിക്കോടാ, ഓരോമ്പോ ആ വഴിക്ക് ഓടുള്ളൂ. വെള്ളിയും വെള്ളിയൊക്കെ ആയിട്ടാണല്ലോ കാണുന്നത് കോയക്കുട്ടിയാക്ക. ഈ പള്ളിക്കൽ ഉസ്താദ് പിരിവിനെ കാണാൻ വരികയാണോ? അല്ല കോയാക്ക മൊയ്യാരെന്താ മുടി നീട്ടി വളർത്തിയിട്ടോ? എനിക്ക് തോന്നണതേ യേശു ക്രിസ്ത്യാണോ? നിങ്ങള് പേര് ആരാ നോക്കുക? ഹലോ, എനിക്ക് ഇനിയിപ്പൊ ഞാൻ ശരിക്കും പ്രേതാണെന്ന് അവര് കരുതിയിട്ടുണ്ടാവോ? ഹലോ താത്ത, കാക്ക, എനിക്ക് ഞാൻ ശരിക്കും പ്രേതാണെന്ന് അവര് കരുതിയിരിക്കുന്നത്. ഇത്തിരി നേരം പ്രേതത്തിനെ പോലെ അഭിനയിക്കാം. ഞാൻ പ്രേതല്ലാന്ന് മനസ്സിലാക്കി ഇവരെന്തായാലും ഒന്ന് പുറത്താക്കും. ഞാൻ നാടകക്കാരെന്നെ കൊടുത്തിട്ട് എന്റെ തല്ലിക്കൊല്ലും ചെയ്യും. ഇത്തിരി നേരം പ്രേതത്തിനെ പോലെ അഭിനയിക്കാം. ഇങ്ങക്ക് വഴിതെറ്റി വന്നതായിരിക്കും. ഇവിടെ ഈ ഭാഗത്തൊന്നും ഒരു പാലമരം പോലും ഇല്ല. ഒന്ന് പുറത്തേക്ക് പോയാക്ക. എന്തിനാ ഈ നട്ടുച്ച നേരത്തെ ഇങ്ങോട്ട് വന്നത്? ചോറും കറിയൊന്നും ആയിട്ടില്ല പ്രേതേ. ചോറ് കറിയൊന്നും എനിക്ക് വേണ്ടത്. ഞാൻ രണ്ടാളും ചോരയാണ്. മരാണിക്കോട് നീച്ചെന്നാലും ഞാൻ ഊറ്റി ഊറ്റി കുടിക്കും. അടച്ച തമ്പുരാനെ, തിന്നാൻ കിട്ടാതെ ആക്രാന്ത് മൂത്ത് മരിച്ചതാന്നാ തോന്നുന്നത്. കേറിയിരുന്നോളാ കൊയാക്ക, കേറിയിരുന്നോളി. അതിലേക്ക് നമ്മളെ ജീവന് നല്ലത്. കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട. കൂടുതലും ദേഷ്യം പിടിപ്പിച്ച എനിക്ക് വിശക്കും. പിന്നെ നിങ്ങൾ രണ്ടാളും ചോര ഞാൻ ഊറ്റി ഊറ്റി കുടിക്കും. തലവേദന ബാത്റൂം എവിടെ? ഊട്ടി കുടിക്കണേ. അവിടെ അവിടെ അതെ, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങള് സത്യം പറയോ? എന്താ? നിങ്ങള് പരലോകത്ത് നിന്നാണല്ലോ ഇറങ്ങി വരുന്നത്. അവരുടെ വലിയ പരീക്ഷ മൂപ്പര് നിങ്ങക്ക് വല്ല പരിചയം ഉണ്ടോ? പൊരിയും കുട്ടിയോ മിണ്ടാണ്ടിരുന്നോ? എനിക്ക് പരലോകത്തുള്ള എല്ലാരും അറിയുന്നതല്ലേ എന്റെ പണി. അല്ല, എന്താ നിങ്ങളെ പേര്? പേര് സൗദ. സൗദേ? കോഴിക്കുട്ടി നാടകക്കാരൻ തല്ലിട്ട് ഇന്നെക്കാട്ടി വട്ടമെന്നാ തോന്നുന്നു.